ന്യൂ ഇയർ ഒക്കെ ആയിക്കൊണ്ട് എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു പരിപാടിയില്ലായിരുന്നു. ചുമ്മാ വീട്ടിലിരുന്നു, സമയം കളഞ്ഞു. അങ്ങനെ ഉച്ചയായപ്പോൾ വിചാരിച്ചെന്നാൽ പുറത്ത് പോയി കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. അത് തന്നെയല്ല, നമുക്ക് കൊടുങ്ങൂർ പോയി ബാങ്കിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നേ. നമ്മുടെ സ്വർണ്ണമൊക്കെ ഒത്തിരി ഉള്ളതിനാൽ ആഗ്രഹമില്ല കേട്ടോ, കുറച്ച് സ്വർണ്ണമൊക്കെ ലോക്കറിൽ വെക്കാനുണ്ടായിരുന്നു, അതല്ലേ സേഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കൊടുങ്ങൂർക്ക് പോയി. അങ്ങനെ ബാങ്കിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞു കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. അവിടെ റിലയൻസിൻ്റെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുന്നൊരു മാർക്കറ്റല്ല, ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെ കയറി. ഞാൻ ആദ്യമായിട്ട് കയറുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് ന്യൂ ഇയർ ആകുമ്പോഴെങ്കിലും ജസ്റ്റ് എന്നെ എവിടെയെങ്കിലും പോസ്റ്റാക്കി നിർത്തിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാനും ജേഡും കൂടെ അവിടെ കയറി. ജേഡ് നോക്കി അവിടെ ഇരിക്കുന്ന പയറും അരിയൊക്കെ ഇങ്ങനെ തോണ്ടി കളിക്കുന്നുണ്ട്. കൊച്ചു നല്ല രസം അതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിയപ്പോൾ അവിടെ നല്ലൊരു എന്താ പറയുന്നത്, ഒരു ബിയറിൻ്റെ കുപ്പിയൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് എന്നൊക്കെ പറയത്തില്ലേ, വൈൻ, അതിൻ്റെ ഒരു ബോട്ടിലൊക്കെ ചുമ്മാ എടുത്ത് പിടിച്ചതേ ഉള്ളൂ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. വാങ്ങിച്ചൊന്നുമില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചൊറിയും കുത്തിയതേ പിന്നെയും പോസ്റ്റ്. ജസ്റ്റ് ഇവിടെ എവിടെ പോയാലും ഉണ്ടല്ലോ നമ്മൾ പോസ്റ്റ് ആവുന്നുള്ള. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചുമ്മാ വഴിയിലോട്ട് വായി നോക്കി നിന്നേക്കാം. അവിടെ ഒരു എന്താ പറയുന്നത് ഹെയർ സലൂണിൻ്റെ പരസ്യമൊക്കെ കണ്ടു. ജേഡ് പിന്നെ നാട്ടിൽ ചെന്നാൽ അസൽ നാടൻ സ്വഭാവം കാണിക്കും. എവിടെ ചെന്നാലും അവിടുത്തെ രീതിക്കനുസരിച്ച് പെരുമാറണമെന്നാണല്ലോ. അവിടെ ആ തറയിലോട്ട് അങ്ങ് ഇരുന്ന് കൊച്ചു. അല്ലെ പിന്നെ എന്നെ ചെയ്യാനല്ലേ, എത്ര നേരമെന്ന് വെച്ചാൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് കൊടുങ്ങൂരാണ്. അപ്പോൾ ഇത് കൊടുങ്ങൂർ കവലയൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ. അതുകൊണ്ട് ആ വണ്ടി പോകുന്ന വഴിയുണ്ടോ, അങ്ങോട്ടാണ് എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. മറ്റേത് കേക്കറോട് പൊരുങ്ങുന്നത് പോകുന്ന റൂട്ടാണ്. അങ്ങനെ ആ ഷോപ്പിൻ്റെ മുമ്പിൽ സത്യം ഞാൻ തെണ്ടിത്തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു കേട്ടോ. ആ ഷോപ്പുകാരാണ്ട് ഞങ്ങളെ ഇറക്കി വിട്ടില്ലെന്നേ ഉള്ളൂ. മടുത്ത് വലഞ്ഞു. എനിക്ക് അവസാനം ദേഷ്യമൊക്കെ വന്നു. ഞാൻ ജസ്റ്റ് വിളിച്ച് വെച്ചത് എവിടെ ജസ്റ്റ് ഇന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് ജസ്റ്റ്. അങ്ങനെ അവിടെ കുറേയൊക്കെ നിന്ന് പിന്നെ കുറച്ച് വെള്ളവും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ കുടിച്ചു. പിന്നെ അതുവഴി പോയ വണ്ടിയൊക്കെ എണ്ണിക്കൊണ്ട് നിന്നുള്ള ഒത്തിരി ബസ് പോലും, KK റോഡല്ലേ, എല്ലാ ബസ്സിൻ്റെയും നമ്പർ എടുത്തു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജസ്നി മോൻ വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് പൊൻകുന്നത്തിനായിരുന്നേ, മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കുറച്ച് മീൻ വാങ്ങിച്ച് ചോറുണ്ടാകുമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇറച്ചി മീനൊന്നും വാങ്ങിക്കുന്നില്ല. ബിക്കോസ് നമ്മുടെ പപ്പ ഒരു പ്യോർ വെജാണ്. പപ്പ കഴിക്കുന്നില്ലെന്ന് കരുതി നമ്മൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പപ്പയ്ക്ക് കേട്ടോ. പപ്പ വാങ്ങിച്ചുകൊണ്ടും വരും. അപ്പോൾ പിന്നെ പപ്പയെ കൊണ്ട് വെറുതെ വാങ്ങിപ്പിക്കുന്ന മോശമല്ലെന്ന് വിചാരിച്ച് ഞങ്ങളും കഴിച്ചൊന്നുമില്ല. അങ്ങനെ ഇന്ന് പൊൻകുന്നത്ത് പോയി കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ റിലയൻസിൻ്റെ ആ ഷോപ്പിൽ നിന്ന് കുറച്ച് 2-3 ഐസ്ക്രീം എടുത്തായിരുന്നേ. നല്ല ചൂടല്ലേ, ഉച്ചയ്ക്ക് രസമല്ല ഐസ്ക്രീമൊക്കെ കഴിക്കാൻ. ഇത് കണ്ടോ, മിഡാസിൻ്റെ റബ്ബർ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു. ഇതൊക്കെ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത്, ഞങ്ങളിത് കണ്ടതല്ലേ എന്നല്ലേ. പക്ഷേ ഇത് പുറത്തുള്ളവർക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ, അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ ഞങ്ങളെപ്പോലുള്ളവർക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി പൊൻകുന്നത്തെ സിഗ്നലിൽ ചെന്നു. കണ്ടോ, നേരെ പോയാൽ കാഞ്ഞിരപ്പള്ളി, സൈഡിലോട്ട് പോയാൽ എന്താ പറയുക, ഇടത്തെ സൈഡിലോട്ട് പോയാൽ പാല, വലത്ത് സൈഡിലോട്ട് പോയാൽ മണിമല. അവിടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട്. ആ താഴെ കൂടെ വേണേലും എൻ്റെ വീട്ടിലോട്ട്. ശരിക്കും നാട്ടിലുള്ളൊരിത് കാണുമ്പോൾ വിചാരിക്കുമല്ലേ, ഞങ്ങളിത് സ്ഥിരം കണ്ടും അടുത്തല്ലേ, എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നതെന്ന്. നിങ്ങൾ ഞങ്ങളോടൊന്ന് ക്ഷമിക്കുക, ഞങ്ങൾ പ്രവാസികൾ ഇതൊക്കെയല്ലേ ഉള്ളൂ, പിന്നീട് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ച. സത്യം പറഞ്ഞാൽ ഈ പൊൻകുന്നവും കാഞ്ഞിരപ്പള്ളിയൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്നെ ഒരു രോമാഞ്ചിഫിക്കേഷനാണെന്നറിയോ. എനിക്ക് തന്നെ അറിയില്ല. എനിക്കതൊരു വണ്ടിയെ പോകുമ്പോഴാണെങ്കിലും ഉണ്ടല്ലോ എന്തോ ഒരു വലിയ സന്തോഷമാണ്. അത് ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് പോയാൽ മതി. അങ്ങനെ നമ്മൾ മീൻ മാർക്കറ്റിലല്ല കേട്ടോ, മീനിൻ്റെ ഷോപ്പിൽ ചെന്നേ. നമ്മുടെ വീട്ടിൽ സ്ഥിരം മീൻ വാങ്ങിക്കുന്ന ഇവിടുന്ന്, നമ്മുടെ 2 വീട്ടിലും ഇവിടെ നല്ല മീൻ കിട്ടും എന്നാണ് പപ്പ എപ്പോഴും പറയുന്നത്. അങ്ങനെ ഞങ്ങളും ചെന്നു. ഒത്തിരി ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി എന്താ പറയുന്നത് വെറൈറ്റി ഫിഷിൻ്റെ കളക്ഷൻസൊക്കെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് നോക്കി വാങ്ങിക്കണമെന്നേ ഉള്ളൂ. അവിടെ നിന്ന് വെട്ടിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ജസ്റ്റി മോൻ ഭയങ്കര അയലഭ്രാന്തനാണ്. ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടം അയല വറുത്തത്, എനിക്ക് മത്തി വറുത്തത്. ചെറിയ മീനിനല്ലെങ്കിലും വറുക്കുന്നതിന് ടേസ്റ്റ് അല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് അയല വാങ്ങിച്ചു, കുറച്ച് മത്തി വാങ്ങിച്ചു. പിന്നെ ജസ്റ്റിയുടെ എൻ്റെ ഫേവറേറ്റ് മീനാണ് മോത. അങ്ങനെ കുറച്ച് മോത വാങ്ങിച്ചു. അങ്ങനെ കുറേ മീനൊക്കെ പറഞ്ഞ്, കുറേ ഒന്നുമില്ല കേട്ടോ, 3 ടൈപ്പ് മീനൊക്കെ പറഞ്ഞു. അങ്ങനെ വെട്ടിക്കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഉച്ച സമയത്ത് പോയതുകൊണ്ടാണേ, എൻ്റെ ദൈവമേ, എനിക്കൊന്ന് രാവിലെ 10 മണിയാകുമ്പോഴെങ്ങാണ്ടാന്ന് തോന്നുന്നു ആ ഷോപ്പിൽ മീൻ വരുന്നത്. രാവിലെയും വൈകുന്നേരം അവിടെ ഒന്ന് ചെല്ലണം, ഒരു പൂരത്തിൻ്റെ ആൾ കാണും. ഞാൻ പറഞ്ഞില്ലേ ഉച്ച സമയത്ത് ചെന്നതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. കാരണം എല്ലാവരും ചോറുണ്ടെന്ന സമയത്താണ് തലതിരിഞ്ഞ് നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകുന്നത്. മീൻ കൊണ്ട് വീട്ടിൽ ചെന്ന് ഇന്ന് മീൻ കൂട്ടി ചോറുണ്ടോയെന്ന് ജസ്റ്റിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നേ. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് ന്യൂ ഇയർ ആയിക്കൊണ്ട് എൻ്റെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ അല്ലേ, പപ്പായെ തന്നെ ഇട്ടിട്ട് പോകാനൊരു മടി. പിന്നെ ചിലപ്പോൾ ഇന്ന് വിളിച്ചാൽ പപ്പായ്ക്ക് വരാനൊരു വിഷമം കാണും. പപ്പ ചിലപ്പോൾ പറയുമോ ഇന്ന് ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോന്ന്. അതുകൊണ്ട് പപ്പായെ ഇട്ടിട്ട് പോകാൻ മടിയുള്ളത് കൊണ്ട് ഞങ്ങളും
ന്യൂ ഇയർ ജെസ്സിയുടെ വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ വാങ്ങിച്ച മീനൊക്കെ കുറേ മീനോടെ കഴുകാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി. പിന്നെ കുറച്ച് മീൻ നമ്മുടെ കുഞ്ഞമ്മത്തി ഇല്ലേ, കുഞ്ഞമ്മത്തി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് നല്ല മീൻകറി, ഉണക്കപ്പയർ തോരൻ, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പാവയ്ക്ക തോരൻ, മീൻ വറുത്തമൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു.